മാഡം ധൈര്യമായിട്ടിരിക്കെ. അത്ര പെട്ടെന്നൊന്നും അവർക്ക് തമ്മിൽ ഒന്നിക്കാൻ കഴിയില്ല. പഴയ ഭർത്താവിനെയും ബന്ധുക്കളെയും തിരിച്ചറിയണമെങ്കിൽ പോലും അവർക്ക് ഓർമ്മ തിരിച്ചിട്ടിയല്ലേ പറ്റൂ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് രാജീവിനെയാ. കാരണം അയാൾക്കെല്ലാം അറിയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ അവളോട് ഇതെല്ലാം പറയാൻ തീരുമാനിച്ച അവിടെ നിന്ന് അർച്ചന ഓർമ്മയിലേക്ക് തിരിച്ചു പോവും. അതോടെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം തവിട് പൊടിയാവും. അവന്തി, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ആ, അങ്ങനെ കുറവുണ്ടെന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, എന്റെ കവറൊക്കെ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സാ. സമൃദ്ധ ഒന്നും വന്നെങ്കിലെന്ന് ഞാൻ ഇപ്പം മൂർത്തിയോട് പറഞ്ഞതേ ഉള്ളൂ. ആ, നമ്മൾ തമ്മിൽ എവിടെയോ എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട്. അല്ലെങ്കിൽ പിന്നെ മനസ്സിൽ ആലോചിച്ച സമയത്ത് തന്നെ ഞാൻ എത്തില്ലല്ലോ. അല്ലടി, നമ്മൾ തമ്മിലുള്ള ബന്ധം മുജ്ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെയാ. നിന്റെ തലയിലെ ഡിലീറ്റ് ബട്ടൺ അടിച്ച് മൊത്തം ഓർമ്മയും കാശിക്ക് പോയതുകൊണ്ട് നീ അതറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്താ ആലോചിക്കുന്നത്? ആ, അല്ല, എത്ര സ്നേഹത്തോടെയാ നീ എന്നോട് പെരുമാറുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഗോകുലിന്റെ അമ്മ എപ്പോഴും എന്നെ കളിയാക്കി പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? ശത്രുക്കൾക്ക് പോലും പിറന്നാൾ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ ഞാനെന്ന്. അത് ഗോകുലിന്റെ അമ്മയ്ക്ക് നിന്നെ ശരിക്കറിയാത്തതുകൊണ്ടാ. സമൃദ്ധ എത്ര സ്നേഹമുള്ളവളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. ഞാനൊന്നും മറക്കില്ല. അല്ല, എനിക്കും മോൾക്കും വേണ്ടി സമൃദ്ധ ഒരുപാട് മുമ്പും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ദാ ഇപ്പോഴും ഓടി വന്നില്ലേ? ക്ഷേത്രത്തിലെ ചടങ്ങ് മുടങ്ങിയതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. സാരമില്ല, എന്റെ കൈ ഒന്ന് ശരിയായിട്ട് നമുക്കൊന്നുകൂടി പോവാം. താലിമാല തെറിച്ചു വീണതേ ദേവിയുടെ കാൽക്കലിലേക്കാ. അതിൽ കൂടുതൽ പുണ്യം ഇനി കിട്ടാനില്ലല്ലോ. ഈ താലിച്ചരടിന്റെ ബന്ധം അതെന്നും എന്നും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ, ജെനി എവിടെ? അടുക്കളയിലുണ്ട്. ആ, എന്നാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്നത്തെ ലഞ്ചിന് ജെനിയുടെ മെനു എന്താന്ന് നോക്കട്ടെ. ഞാനും സഹായിക്കാം. ഗോകുൽ സാറാണല്ലോ അത്.